അടുത്ത് നിന്നിരുന്ന ആളുകളായിരുന്നു. പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിനെയും അവർ ആരാധിച്ചിരുന്നു. പർവ്വതങ്ങളെയും കാടുകളെയും എല്ലാം, അതേപോലെ തന്നെ നദികള്, മൃഗങ്ങള്, ശിലകള്, ഇതിനെയൊക്കെ അവര് ആരാധിച്ചിരുന്നു. ആ സൈസസ് ഒക്കെ വരുന്ന അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡൽസ് ഒക്കെ കൊടുത്തിട്ട് അവര് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുഴുവൻ നേരെ നോക്കി വായിക്കാതെ ടീച്ചർ തനിയെ കുറേയൊക്കെ പഠിച്ച് അതെല്ലാം സാമൂഹിക ജീവിതം മുതൽ അവര് ആയുധങ്ങൾ ഉപയോഗിച്ചത് വരെയുള്ള എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ സെമിനാർ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി പാലിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. പാലിയോളിത്തിക് ഏജിലെ ചില പ്രത്യേകതകൾ, ആ കാലഘട്ടത്തിലെ ചില പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ആണ് എടുത്തു പറയുന്നത്. ഒന്നാമത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് വ്യക്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ലഭ്യമല്ല എങ്കിലും കിട്ടിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേട്ടയാടലായിരുന്നു. കൂടാതെ കായികളൊക്കെ ശേഖരിച്ചു അവർ അന്നത്തെ ഭക്ഷണത്തിന് കണ്ടെത്തി. എന്നാൽ അത് മുന്നോട്ട് കരുതി വെച്ചിരുന്നില്ല എന്നാണ് നമ്മുടെ ചരിത്രകാരന്മാരുടെ നിഗമനം. കൂടുതൽ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ കൂടുതലായിട്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനൊക്കെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നതിന് കൂടുതൽ കുട്ടികളിലേക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് പരിപാടി ഞങ്ങൾക്ക് അത് കലാപരിപാടി ഞങ്ങൾക്ക് ആദ്യത്തെ കലകളൊന്നുമില്ല നമ്മൾ ആദ്യമേ പറയുകയാണ്.
കസേരകൾ ഇട്ടേക്കാണ്. ഈ ടീച്ചറെ ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തണം. അതിന് ഏതെങ്കിലും 1-2 പേരെ ഇവിടെ വിളിക്കും. നിങ്ങൾക്ക് എന്ത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം. ഞാൻ പറയാം, ആരെയും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഇവിടെ വരാം. പേര് വിളിക്കാം. ഓരോ ഗ്രൂപ്പിൽ നിന്നോ ഓരോരുത്തരെ വിളിക്കാം. അപ്പോ ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ച് ആ സീറ്റിൽ കൊണ്ടുപോയി മനസ്സിലായില്ല? അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നിന്നും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ആശയം കിട്ടിയിട്ടുണ്ടോ എന്ന് അതും ഒരു ഗ്രൂപ്പിൽ നിന്ന് പറയും. ഇവിടെ ഞങ്ങൾ നടത്തുന്ന ഈ ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വന്ന് അവതരിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ആ ഗ്രൂപ്പ് ഏതാ? സിന്ധു ടീച്ചർ സ്വീകരിച്ച ഒരു രീതിയാണ് ഇത് കാണുന്നത്. ഇനി വേറെ ഏതൊരു മാർഗത്തില് ഏതൊരു മാർഗം ടീച്ചർക്ക് ഇഷ്ടമുള്ള മാർഗം സ്വീകരിച്ച് ഒരാളെ കൈ പിടിച്ചുകൊണ്ടു. വേറെ ഏതൊരു മാർഗം ടീച്ചർ ഏതാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തത്? അല്ല, ഏതെങ്കിലും മാർഗം സ്വീകരിച്ച് ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ടീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്? ആ മാർഗം സ്വീകരിക്കാൻ പറ്റില്ല, മാർഗം സ്വീകരിക്കാം. അപ്പൊ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ? ടീച്ചർ എന്തായാലും ഇതും ഒരു മാർഗമാണ് അല്ലേ? ഇതും ഒരു മാർഗം തന്നെയാണ്. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒരു മാർഗം കിട്ടിയോ? താരം ടീച്ചർ കിട്ടിയിട്ടുണ്ട്. ടീച്ചർ പോരെ എനിക്ക് ഡേക്കല്ല പോരെ. അല്ല, ടീച്ചറെ കണ്ടില്ല, കുഴപ്പമില്ല. ടീച്ചറിന്റെ സേഫ് ആണ്, ഫ്രണ്ട് സേഫ് ആണ്. ഒരു 3 അടി ഫ്രണ്ടിലേക്ക് വെച്ചോ ടീച്ചറെ. പറഞ്ഞുതരാം. 3 സ്റ്റെപ്പ്. ടീച്ചറുടെ റൈറ്റ് ഹാൻഡ് നീട്ടുക. അല്ല, ടീച്ചറുടെ റൈറ്റ് ഹാൻഡ് നീട്ടുക. ഇങ്ങനെ ചെയറിന്റെ ഒരു ഹാൻഡ് സ്റ്റീലിൽ പിടിക്കാനായിട്ട് ശ്രമിച്ച് അതിന്റെ ഫ്രണ്ടിലേക്ക് ടീച്ചറിന് കുറച്ചുകൊണ്ട് നീട്ടി. ടീച്ചറുടെ ഫ്രണ്ടില് ടീച്ചർ കസേര കണ്ടു. അതിന്റെ ഒരല്പം ടീച്ചറെ ലെഫ്റ്റിലേക്ക് വരിക. ടീച്ചർ അല്പം കാല് ലെഫ്റ്റിലേക്ക് വരിക, ഫ്രണ്ടിലേക്ക് വരിക. ടീച്ചറെ ലെഫ്റ്റ് കൈ കൊണ്ട് ടീച്ചറെ ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിക്കാൻ നോക്കുക. ലെഫ്റ്റ് കൈ ഫ്രണ്ടിലുള്ള ആ വസ്തുവിലേക്ക് പിടിക്കാൻ ശ്രമിക്കുക. അല്ലല്ല, താഴെ പിടിച്ചു. ടീച്ചറെ ഫ്രണ്ടിലേക്ക് വരിക, ഫ്രണ്ടിലേക്ക് വരിക. ടീച്ചർ റൈറ്റ് ഹാൻഡ് എടുക്കുക. ഒരു ആം ഡിസ്റ്റൻസിൽ ഒന്ന് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക താഴെ ഉള്ള ഒരു വസ്തുവിലേക്ക്. ഓക്കെ, അല്പം ലെഫ്റ്റിലേക്ക് ഒരു സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് കാലെടുക്കുക. ഓക്കെ, ഫ്രണ്ടിലേക്ക് പ്രൊസീഡ് ചെയ്യുക. നേരിട്ട് വരിക. കൈ ലെഫ്റ്റ് കൈ ഒന്നുകൂടെ ഒരു ചെറിയ ആം ഡിസ്റ്റൻസിലാക്കി വേണ്ട. ആം ഡിസ്റ്റൻസ് ഇതൊരു വേറെ
കണ്ണുകളെ വളരെ തുറക്കുക, നന്നായി തുറക്കുക. നല്ല രീതിയിൽ പോയി എന്താണ് സഞ്ചരിക്കുക. എന്തെങ്കിലും ആശയം നമുക്കറിയാം വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്ത് വേദങ്ങൾ വളരെയധികം സംഭാവന നൽകിയിരുന്നു. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് വേദങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ സെമിനാറിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഇതിന്റെയൊക്കെ നിർമ്മാണം പിന്നീട് മറ്റ് ലോഹങ്ങൾ നിർമ്മിക്കുന്നത്, പ്രത്യേകിച്ച് ഇരുമ്പിന്റെ നിർമ്മാണത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ 5 രൂപയുടെ സെമിനാറുകൾ കഴിഞ്ഞു. സെമിനാറുകളൊക്കെ ഈ ക്ലാസ്സിൽ ചെയ്യുന്നതായിരുന്നു. സെമിനാറുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ആരെങ്കിലും കൊടുക്കാറുണ്ടാവും ഇല്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈ സെമിനാർ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും, ഞാൻ ഒരിക്കലും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയാറില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ടോപ്പിക്ക് നമുക്ക് കൂടുതലാണെന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. ഈ സെമിനാറുകളൊക്കെ കൊടുക്കുന്നതിലൂടെ ആ ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഉപ്പ് എന്ന് പറയുന്നതിനെ എടുത്ത് ഏറ്റവും വില കുറഞ്ഞൊരു വസ്തുവാണ്. അതെടുത്ത് കിഴികെട്ടി ബ്രിട്ടീഷുകാരെ ഗാന്ധിജി ആക്രമിച്ചു. അങ്ങനെയാണ്